ഏകദേശം 6 മാസമായി. സെപ്റ്റംബറിലാണ് ഈ ശബരിമല 4.5 കിലോ സ്വർണ്ണക്കൊള്ള ന്യൂസ് പുറത്തു വന്നത്. 6 മാസം ഞങ്ങൾ സമയം കൊടുത്തു. ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് ശബരിമലയെ സംരക്ഷിക്കാനും അവിടെ നടന്ന കൊള്ള ആര് ചെയ്തു എന്ന് കണ്ടുപിടിക്കാൻ ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രിൻ്റെ ഉത്തരവാദിത്തമാണ്. 6 മാസം കേരള പോലീസിൻ്റെ ഈ SIT ജനങ്ങളെയും കോർട്ടിനെ വിഡ്ഢിയാക്കി. ഈ 6 മാസം കഴിഞ്ഞിട്ട് എന്താണ് സ്ഥിതി? അവർ തന്ത്രീനെ അറസ്റ്റ് ചെയ്യുന്നു. കാരണം മന്ത്രി വാസവനും മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് അവരിന് ശ്രദ്ധ തിരിക്കാൻ തന്ത്രീനെ അറസ്റ്റ് ചെയ്യുന്നു. തന്ത്രീനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ അന്ന് പറഞ്ഞു ഇത് ശ്രദ്ധ തിരിക്കാനാണ്. കോർട്ട് എന്താണ് പറയുന്നത്? തന്ത്രീൻ്റെ എതിരെ ഒരു അയോട്ട് ഓഫ് എവിഡൻസ് ഇല്ല എന്ന് കോർട്ട് പറയുന്നു. പിന്നെ എന്തിനാണ് തന്ത്രീനെ അറസ്റ്റ് ചെയ്തത്? എന്തുകൊണ്ട് ദേവസ്വം മന്ത്രിയായ വാസവനും കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തിട്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല? കൊള്ള നടന്നിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. 6 മാസമായി. അല്ല അല്ലെങ്കിൽ പറയണം, ആഭ്യന്തരമന്ത്രി പറയണം, ഞങ്ങളൊരു കഴിവില്ലായ്മ ഒരു സർക്കാരാണ്, ഞങ്ങൾക്കിതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഈ കൊള്ളക്കാരെ കണ്ടുപിടിക്കാനും ഞങ്ങൾക്ക് കഴിയുന്നില്ല, പറയണം. ഇത് ജനങ്ങളെ പൊട്ടന്മാരാക്കി ജനങ്ങളെ വെഡ്ഡിയാക്കുന്ന 6 മാസം ഈ സർക്കാർ ചെയ്ത ഒരു തന്ത്രം ഞങ്ങളിത് സമ്മതിക്കില്ല. ഈ ഇലക്ഷൻ്റെ മുമ്പ് വിശ്വാസികൾ വോട്ടെടുക്കാൻ അയ്യപ്പ സംഗമം അതുപോലെ ഓരോരോ നാടകം ചെയ്യുന്ന ഈ സർക്കാരോട് പറയാൻ ഇന്ന് 3 കാര്യങ്ങളാണ്. ഒന്ന്, ശകലെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്കൊരു താല്പര്യം, ആത്മാർത്ഥമായ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ CBIക്ക് റെഫർ ചെയ്യൂ. കേസ് അവർ അന്വേഷിക്കട്ടെ. നിങ്ങളുടെ കേരള പോലീസിന് സാധിക്കുന്നില്ലല്ലോ. CBI ഇൻവെസ്റ്റിഗേഷൻ ചെയ്യട്ടെ. അത് മുഖ്യമന്ത്രി റെഫർ ചെയ്യട്ടെ. അതൊന്ന്. രണ്ടാമത്തത്, 2018 നിങ്ങൾ ചെയ്ത ദ്രോഹങ്ങളെല്ലാം ആരും മറന്നിട്ടില്ല. ഇനി കോർട്ടിൽ മാർച്ച് 14 സുപ്രീം കോർട്ടിൽ നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റുമോ? നിങ്ങൾ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, സ്ത്രീ പ്രവേശനത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇനി മാറ്റുമോ? മാറ്റണം. അത് ഞങ്ങളുടെ ആവശ്യമാണ്, ജനങ്ങളുടെ ആവശ്യമാണ്, വിശ്വാസികളുടെ ആവശ്യമാണ്. നിങ്ങൾ ദ്രോഹിച്ചല്ലോ. ഇനിയിപ്പോൾ അതിന് നിങ്ങൾ എന്താ മാപ്പി ചോദിക്കുന്നു, അയ്യപ്പ സംഗമം നടത്തുന്നു, പെട്ടെന്ന് അയ്യപ്പ വിശ്വാസികളാവുന്നു, പമ്പയിൽ പോകുന്നു, കോടിക്കണക്കിൽ കാശ് ചെലവാക്കുന്നു. എന്നാൽ പിന്നെ അവിടെ സുപ്രീം കോർട്ടിൽ നിങ്ങൾ പോയി നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റൂ. ഞങ്ങൾ സ്ത്രീ പ്രവേശം ചെയ്യില്ല, ശബരിമലേൻ്റെ അയ്യപ്പൻ്റെ സംസ്കാരങ്ങളും ട്രഡീഷൻസ് ഞങ്ങൾ ദ്രോഹിക്കില്ല എന്ന് പറയൂ. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഉളുപ്പുണ്ടാവണേ ഇത് ചെയ്യാൻ, ശകലം ഉളുപ്പുണ്ടാവണം. നിങ്ങൾ 18-ലും 19-ലും എത്രയോ പേര് വിശ്വാസികളുടെതിരെ കേസ് ഫയൽ ചെയ്തു, ആയിരക്കണക്കിൽ. ഞങ്ങളുടെ പ്രവർത്തകർ സാധാരണ മലയാളികളുടെതിരെ കേസ് ഫയൽ ചെയ്തു. ആ കേസ് പിൻവലിക്കൂ. ഉളുപ്പുണ്ടെങ്കിൽ കേസ് പിൻവലിക്കൂ, മാപ്പി ചോദിക്കൂ. ഇത് ഞങ്ങൾ ചെയ്ത് തെറ്റാണെന്ന് പറയൂ. ഇത് 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് മുതൽ എല്ലാ ജില്ലയിലും വീട്ടിൽ പോയി അയ്യപ്പ ജ്യോതി വിളക്ക് കൊളുത്തി ഇതിനെക്കുറിച്ച് ജനങ്ങളെ അറിയിപ്പിക്കും. ഞങ്ങൾ ഇതിന് ഇഷ്യൂ ആയിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ പോലെ ശബരിമല കൊള്ളേനെക്കുറിച്ച് ജനങ്ങളെല്ലാം മറന്നു എന്ന് വിശ്വസിക്കേണ്ട. അത് മറക്കാൻ സമ്മതിക്കില്ല. അത് ഞങ്ങളല്ല, ജനങ്ങൾ തന്നെ സമ്മതിക്കില്ല. ഈ ഇലക്ഷനിൽ അതിന് നല്ല മറുപടി കോൺഗ്രസിനും കിട്ടും, CPM-നും കിട്ടും.